അല്ല, CPM പോലുള്ള പാർട്ടിക്ക് ഇതിൽ നിഷേധിക്കല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ഗൗതം മാഷിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അദ്ദേഹത്തെ ഈ കുറ്റപത്രത്തെയും അല്ലെങ്കിൽ EDയുടെ അന്വേഷണത്തെയൊക്കെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. കാരണം വളരെ ഗൗരവതരമായ ഒരു കുറ്റകൃത്യമാണ്. ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒരു പാർട്ടി പ്രതിയാവുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇദംപ്രദമായിട്ടാണ്. അങ്ങനെ ഒരു കുറ്റകൃത്യം, വളരെ ഗൗരവതരമായ കുറ്റകൃത്യം ഒരു പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ EDയുടെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ EDയുടെ വിശ്വാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ED നടത്തുന്ന രാഷ്ട്രീയപ്രേരിതമായ ഇടപെടലുകളെക്കുറിച്ചോ ഒക്കെ നമുക്ക് അഭിപ്രായമുണ്ടാകാം. പക്ഷേ ഈ കേസ് അതല്ല. നമ്മളിപ്പോൾ EDയുടെ ഇടപെടൽ വരുന്നതിന് മുമ്പ് തന്നെ ഇതിൽ 2003 തന്നെ ഈ കേസിൻ്റെ തുടക്കം വന്നതായി നമുക്കറിയാമല്ലോ. അവിടെ ആ ബാങ്കിൽ തന്നെ ഒരു ജീവനക്കാരനായ ഇടതുപക്ഷക്കാരനായ ജീവനക്കാരൻ ശ്രീ സുരേഷ് കുമാർ കൊടുത്തിട്ടുള്ള പരാതിയിൽ നിന്നാണ് അന്ന് റെപ്കോയുടെ ഫർണിച്ചർ വിറ്റ വകയിൽ നടന്ന കോടികളുടെ അഴിമതി, അതിൽ തുടർന്നുണ്ടായ ഓരോ വർഷവും നടന്നിട്ടുള്ള അന്വേഷണങ്ങൾ, അതിൻ്റെ ഒരു തുടർക്കഥ പോലെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ് ഒരു പാർട്ടി പ്രതിയാകുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി ശ്രീ രാജേഷ് ചെറപ്പാട് ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടി പ്രതിയാകുന്നത് അത് തന്നെയാണ് ഗൗതം മാഷ് ചോദിക്കുന്നത്. പാർട്ടി എന്തിന് പ്രതിയാക്കി എന്നുള്ളത്. പാർട്ടി പ്രതിയാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ആ ബാങ്കിൽ നടന്നിട്ടുള്ള തട്ടിപ്പ് നടന്നു എന്നുള്ളൊരു തർക്കമുണ്ടോ? 400 കോടിയോളം രൂപയുടെ തട്ടിപ്പ് അല്ലെങ്കിൽ ക്രമക്കേട് ആ ബാങ്കിൽ നടന്നിട്ടുണ്ട്. നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ 400 കോടി രൂപയുടെ തട്ടിപ്പിൽ 180 കോടിയോളം രൂപ ഈ പാർട്ടിയും പാർട്ടി നേതാക്കളും അല്ലെങ്കിൽ അവരുടെ ഓടൊപ്പം നിന്നിട്ടുള്ള ആളുകളും ചേർന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം തട്ടിയെടുപ്പ് എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? ഇതിലെ ഓരോ കാലഘട്ടങ്ങളിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ശ്രീ രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ ശ്രീ MM വർഗീസും AC മൊയ്തീനും അടക്കമുള്ളവർ ഇതിൽ പ്രതിയായിട്ടുണ്ട്. ഇവർ പ്രതിയാകാൻ കാരണം 2 പേർ പ്രതിയായിട്ടുള്ളത്, അതിൽ ശ്രീ രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ MM വർഗീസും പ്രതിയായിട്ടുള്ളത് അനധികൃതമായി വായ്പ എടുക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി എന്നുള്ള കുറ്റകൃത്യമാണ് ഇവർക്കെതിരെയുള്ളത്. പക്ഷേ അതിനേക്കാൾ വളരെ ഗൗരവതരമായ കുറ്റകൃത്യമാണ് മുൻ സഹകരണ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ AC മൊയ്തീൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഈ ബാങ്കിനെ കരുവാക്കിക്കൊണ്ട് ബാങ്കിനെ ആയുധമായിക്കൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കൂട്ടുന്നുള്ള ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് AC മൊയ്തീൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി പ്രതിയായത് എന്നുള്ള കാര്യം വ്യക്തമല്ലേ? അപ്പോൾ ഇത്രയും വലിയ തട്ടിപ്പ് ഒരു പാർട്ടി നടത്തുകയും ഈ പണം പാർട്ടി സമ്പാദിക്കുകയും അതോടൊപ്പം തന്നെ ഇവരോടൊപ്പം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഇവരുടെ ചെൽബന്ദികളായിട്ടോ ഒക്കെ നിന്ന ആളുകൾ പണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് വളരെ ക്ലിയറാണ്. ഈ പണം തട്ടിച്ചു കൊണ്ടുപോയത് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ പണം തട്ടിച്ചതിന് ശേഷം ഈ പണം പാർട്ടിയുടെ പണമാണ്, അല്ലെങ്കിൽ ഇത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ നേടിയെടുത്ത ഇതിനകത്ത് കറപുരളാത്ത പണമാണ് എന്ന് പാർട്ടി പ്രവർത്തകരെ ബോധ്യമെടുക്കുകയും പാർട്ടിയുടെ അക്കൗണ്ടിൽ ഈ പണം സൂക്ഷിക്കുകയും അതിനുശേഷം വസ്തു വാങ്ങാനടക്കം ഈ പണം വിനിയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്? ആ തട്ടിപ്പ് എങ്ങനെയാണ് പാർട്ടി പ്രതിയായിട്ടുള്ളത്? ഈ പാർട്ടി പ്രതിയാവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു ഒരു രാജ്യത്തെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. നമുക്കറിയാമല്ലോ, ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A പ്രകാരമാണ് CPM എല്ലാ പാർട്ടിയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്നത് ഒരു പാർട്ടിയെ ഒരുമിച്ച് ഇന്ത്യൻ പൗരന്മാരായ ആളുകൾക്ക് ഒരുമിച്ച് സംഘടിക്കാനും പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനും വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടി, ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ തീർച്ചയായും വിലയിരുത്തപ്പെടേണ്ടി വരും. ഇപ്പോൾ PMLA നിയമത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ വ്യവസ്ഥാപിതമായി ഒരുമിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി ഒരു കമ്പനി എന്നുള്ള നിർവചനത്തിൽ വരും. അങ്ങനെയാണ് PMLA സെക്ഷൻ 70 പ്രകാരം ഈ പാർട്ടി എന്ന് പറയുന്നത് ഒരു കമ്പനി. ആ PMLA നിയമത്തിൻ്റെ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പാർട്ടി, ആ പാർട്ടിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടി പ്രതിയായിട്ടുള്ളത്. 68ാം പ്രതിയായി ഒരു പാർട്ടിയെ ഉൾപ്പെടുത്തിയിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇത് നിഷേധിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. പക്ഷേ ഈ കുറ്റകൃത്യം ഗൗരവതരമാണ്. ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർ ശിക്ഷിക്കപ്പെടണം. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതൊരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ED ഇത്തരം അന്വേഷണങ്ങളൊക്കെ നടത്തി വരും. ഇപ്പം നമുക്കറിയാം, ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. ഒരു രാത്രിയിൽ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന P. ചിദംബരത്തിൻ്റെ വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ ഭരണകൂടമാണ് ED ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുള്ള ED, അതല്ലെങ്കിൽ
അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് എത്ര വർഷം ജയിലിൽ കിടന്നു? ഇത്ര ഗുരുതരമായ 400 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ഒരു പാർട്ടി അതിൽ പ്രതിയായിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇതിൻ്റെ നേതാക്കന്മാരെ എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, ഇവരെ ഒന്നും ഇതുവരെ അറസ്റ്റ് ചെയ്യാതെ ഒരു ഒത്തുകളി ഇതിനകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള വ്യാപകമായ സംശയം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇഡിയുടെ അന്വേഷണം നടക്കുന്നുവെങ്കിൽ പോലും ഇതിൽ ഇത്തരം ഒത്തുതീർപ്പുകൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായപോലെ ഒത്തുതീർപ്പിന്റെ ഭാഗമായി ഇതൊക്കെ ഒടുവിൽ രാജിയായി പോകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായും നിക്ഷേപകർക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്, സഹകാരികൾക്കുണ്ട്. ശരി, ശ്രീ നന്ദു എസ്,